പത്തനംതിട്ടയിൽ അതിതീവ്ര മഴ. ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ടാണ്. കനത്ത മഴയിൽ പത്തനംതിട്ട തൂമ്പാക്കുളത്ത് ഉരുൾപൊട്ടലുണ്ടായി. പമ്പയിലും കക്കട്ടാറിലും ജലനിരപ്പ് ഉയർന്നിരിക്കുകയാണ്. സുനിൽ ഇലന്തൂരാണ് വിവരങ്ങളുമായി ചേരുന്നത്. സുനിൽ, പത്തനംതിട്ട ജില്ലയിലും സംസ്ഥാനത്തൊട്ടാകെ മഴ മുന്നറിയിപ്പുള്ളതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലും അതിശക്തമായ മഴ മുന്നറിയിപ്പ്, റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് നിലവിലെ സാഹചര്യം? ജീന, കഴിഞ്ഞ രാത്രിയിലും ഇന്ന് പുലർച്ചെയുമായി പെയ്ത ശക്തമായ മഴയിൽ പത്തനംതിട്ട ജില്ലയിലെ കിഴക്കൻ മേഖലകളിലെ പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. പമ്പ, അച്ചൻകോവിൽ, മണിമലയാർ, കല്ലാർ, കക്കാട്ടാർ എന്നീ നദികൾ കരകവിഞ്ഞൊഴുകുന്ന അവസ്ഥയിലാണ്. അർദ്ധരാത്രിയോടെയാണ് മഴ കൂടുതൽ ശക്തമായത്. റാന്നി, കോന്നി മണ്ഡലങ്ങളിലെ പല ജനവാസ മേഖലകളും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. വീടുകളിൽ വെള്ളം കയറി നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റാന്നി മണ്ഡലത്തിലെ വടശ്ശേരിക്കര, അത്തിക്കയം പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ടു. പുനലൂർ, മൂവാറ്റുപുഴ സംസ്ഥാന ഹൈവേയിൽ അടക്കം നിരവധി റോഡുകളിലും വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. റാന്നി ബസ് സ്റ്റാൻഡിലും വെള്ളം കയറി. വനമേഖലകളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതാണ് അതിവേഗം ജലനിരപ്പ് ഉയരാൻ കാരണമെന്നാണ് പ്രാഥമികമായ നിഗമനം. കോന്നി മണ്ഡലത്തിലെ തേക്കത്തോട്, തൂമ്പാക്കുളത്ത് ഉരുൾപൊട്ടൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതേ തുടർന്ന് കല്ലാറും കക്കാട്ടാറും കരകവിഞ്ഞൊഴുകുന്ന അവസ്ഥയിലാണ്. അർദ്ധരാത്രിക്ക് ശേഷം അതിവേഗമാണ് പമ്പാ നദിയിലെ ജലനിരപ്പ് ഉയർന്നത്. പുലർച്ചെ വരെയും ഈ അവസ്ഥ തുടരുകയായിരുന്നു. വീടുകളിലും സ്ഥാപനങ്ങളിലും വെള്ളം കയറി വൻ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ജില്ലയിൽ ഇതുവരെ ആളുകൾക്ക് അപകടമുണ്ടായ സംഭവം ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. അപകട സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട ജില്ലാ കളക്ടർ ഇന്ന് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലാ പോലീസ് ആസ്ഥാനത്ത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. കളക്ടറേറ്റിലും താലൂക്ക് ഓഫീസുകളും ഫയർഫോഴ്സ്, വനം വകുപ്പ് തുടങ്ങിയ വകുപ്പുകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. അടിയന്തര സാഹചര്യം പരിഗണിച്ച് NDRF സംഘവും ജില്ലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ജീന. സുനിൽ, ഒപ്പം തന്നെ ഈ പമ്പ ഉൾപ്പെടെയുള്ള നദീതീരങ്ങളിൽ ജലനിരപ്പ് ഉയർന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ എന്തെങ്കിലും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിട്ടുണ്ടോ? നദികളിൽ ഏത് സാഹചര്യത്തിലും നദികളിൽ ഇറങ്ങുന്നത് വിലക്കിക്കൊണ്ട് ജില്ലാ കളക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കൂടാതെ പോലീസ് മറ്റ് സംവിധാനങ്ങളും രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി സജീവമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. ജീന. ശരി, വ്യക്തമാണ്. പത്തനംതിട്ട ജില്ലയിലും ശക്തമായ മഴ തുടരുന്ന സാഹചര്യം നിലനിൽക്കുന്നു. സുനിൽ ഇലന്തൂരാണ് വിവരങ്ങൾ നൽകിയത്.